ഉച്ചയ്ക്ക് വിശക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല എന്ന്. അങ്ങനെ ഞാനും പ്രീതിയും കൂടി സാധാരണ പോലെ, അതായത് മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം എന്നൊരു പ്ലാൻ ഉണ്ടാക്കി പുറത്തുനിന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ട്രിവാൻഡ്രത്തെ ഏറ്റവും നല്ല ഫുഡും അതും 50 രൂപയ്ക്ക് ഏറ്റവും ഒരു മിനി സദ്യ കിട്ടുന്നൊരു സ്ഥലം, അത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, അവൾ പറയുന്നുണ്ട് ഓർഡർ ചെയ്യാം. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ആ കടയിൽ സ്വിഗ്ഗി ഇല്ല, അതുകൊണ്ട് എന്തായിരുന്നു ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ നമുക്ക് പോയിട്ട് തന്നെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ശരി, ഞാൻ ഇത്രയും നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ആ ഫുഡിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പം ഞങ്ങളിങ്ങനെ വണ്ടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് എവിടെയാണ് എന്ന്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് വഞ്ചൂരാണ്, കുറച്ചും കൂടിയുള്ളൂ എത്തുമെന്ന്. കാരണം അവൾക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ അവളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്. ഞങ്ങൾ ഏകദേശം സെക്രട്ടേറിയറ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വഞ്ചൂരിൻ്റെ ആ സൈഡിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് നിൽക്കുവാണേ. കാരണം എനിക്കാണെങ്കിൽ വിശപ്പ് കുറച്ചുണ്ട്, പക്ഷെ അവൾക്കാണ് കൂടുതൽ വിശപ്പ്. അപ്പോൾ അവളിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൾക്ക് വിശക്കുന്നു, വല്ലതും നടക്കുമോ, വല്ലതും എത്തുമോ, ഈ 50 രൂപയ്ക്ക് എന്ത് ഫുഡാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കാരണം 50 രൂപയുടെ ഫുഡെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ചോറും ഒരു തോരനും ഒരു കറിയും ഒരു അച്ചാറും തന്നെ ഉണ്ടെങ്കിൽ 70-80 ആണ് സാധാരണ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 50 രൂപയ്ക്ക് എന്താ ഇപ്പോൾ കിട്ടണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിരിക്കുന്നത് കണ്ടു. അങ്ങനെ ഇത്രയും വണ്ടികളാട്ടോ, അവിടെ ക്യൂ കണ്ടോ, ഈ ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആണ്. അപ്പോൾ വില കുറവ് കൊണ്ട് മാത്രമല്ല ഈ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ ക്യൂ നമ്മൾ 50 രൂപയ്ക്ക് കിട്ടുന്നതുകൊണ്ടാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ ഭയങ്കര ക്യൂ ഉണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് പാർസൽ വാങ്ങിച്ചിട്ട് പോയാലോ, ഇവിടെ നിന്ന് കഴിക്കണോ? അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എത്ര വേണമെങ്കിലും തോരൻ കിട്ടും, എത്ര വേണമെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടും, ഒരു 4 തരത്തിലുള്ള കറികൾ കിട്ടും, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ക്യൂ നിന്ന് കുറേ നേരം ക്യൂ നിന്നു കേട്ടോ, കാരണം ഒത്തിരി തിരക്കുണ്ട്. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട് ഇത്രയും ക്യൂ നിന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് ഞാനിങ്ങനെ അവളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞങ്ങളുടെ ഊഴം എത്താറായി കേട്ടോ. ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്, ഞങ്ങളുടെ ഊഴം എത്താറായി. അങ്ങനെ ഞങ്ങളുടെ ഊഴം എത്താറായപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കടക്കുവാണ്. ഞങ്ങൾ അകത്തേക്ക് കടന്നു. അവിടെ ഇരിക്കുന്ന 2 ചെയറുണ്ടല്ലോ, അത് ഞങ്ങൾക്കുള്ള ചെയറാണ്. അപ്പോൾ ഞങ്ങൾ ഹാൻഡ് വാഷ് ചെയ്തു, ഞങ്ങളിരുന്നു. എന്നിട്ട് ഇലയിലാട്ടോ ചോറ് ഇരുന്നേ. അപ്പോൾ നമ്മൾ ഇലയൊക്കെ ഇങ്ങനെ ഇട്ട് എപ്പോൾ കറി വരും എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. എപ്പോൾ ചോറ് കിട്ടും, കറി കിട്ടും എന്നൊക്കെ. ആദ്യം പപ്പടം വന്നു, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ ചോറ് തന്നു. അപ്പോൾ ചോറ് അത്യാവശ്യം ചോറ് കഴിച്ചു. ഇനി അച്ചാർ നമുക്ക് കിട്ടി. അച്ചാറിന് ശേഷം അടുത്തെന്താണ് കുറേ ഉണ്ട് കേട്ടോ, കുറേ കറികളുണ്ട്. ഞാൻ പറഞ്ഞു ഒരു മിനി സദ്യ ആണ്, ഒരു തോരനുണ്ട്. അപ്പോൾ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, 50 രൂപ തന്നെ ആണോ എന്നൊക്കെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഇതിപ്പോൾ ക്യാബേജ് തോരനാണ്, ക്യാബേജോ പയറോ അങ്ങനൊരു തോരനാട്ടോ. പിന്നെ ഇത് നമ്മുടെ പച്ചടി, ഇതിന് പച്ചടി എന്നാണ് പറയാമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ബീട്രൂട്ട് പച്ചടി ഇല്ലേ, ബീട്രൂട്ട് പച്ചടി തന്നു. അപ്പോൾ ഇതൊക്കെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് 2-3 പ്രാവശ്യം വേണമെങ്കിൽ അവർ തരും. പിന്നെ ഇടയിലൊരു മുളക് കൊണ്ടാട്ടം. സാധാരണ രീതിയിൽ കേസരി ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇന്ന് കേസരി ഇല്ല, കാരണം കഴിഞ്ഞുപോയി. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എത്തിയത്, അതുകൊണ്ട് കഴിഞ്ഞുപോയി. പിന്നെ ഒരു കൂട്ടുകറി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകറി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു കൂട്ടുകറിയായിരുന്നു. പിന്നെ ഞാൻ പരിപ്പാണ് ആദ്യം ഒഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മീൻകറിയും കൂടി വാങ്ങിച്ചു കേട്ടോ. ഞാൻ അവളോട് എങ്ങനെയുണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു കിടിലായിട്ടുണ്ട്. കാരണം 50 രൂപയ്ക്ക് ഇത്രയും നല്ലൊരു ഫുഡ് അവൾ പ്രതീക്ഷിച്ച പോലും ഇല്ല. ഞാൻ തീയൽ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട്. കാരണം പരിപ്പ് കറി, തീയൽ, പുളിശ്ശേരി, മീൻകറി